വ്യാജസ്വർണം നിർമ്മിച്ച് അവ പണയം വെച്ച കോടികളുടെ തട്ടിപ്പ്. സ്വകാര്യ ബാങ്കിന്റെ 3 ശാഖകൾ വഴി മാത്രം നടന്നത് 1.6 കോടി രൂപയുടെ തട്ടിപ്പ്. സംഭവത്തിൽ മാങ്കോട് വട്ടക്കാലയിൽ പുത്തൻവീട്ടിൽ മുഹമ്മദ് ഷബീർ പത്തനാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. 7 പേരുടെ പേരിൽ 3 ശാഖകളിലായി മുക്കുപണ്ടം പണയം വെച്ചിട്ടുള്ളത്. മധ്യ കേരളത്തിലുള്ള വ്യക്തിയാണ് തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. മാസങ്ങളുടെ ഇടവേളകളിൽ പല മാസങ്ങളിലും ദിവസങ്ങളുമായാണ് വ്യാജ സ്വർണം പണയം വെച്ചത്. ചെറിയ തുക ആദ്യമെടുത്ത ഇവർ പലിശയും മുതലും കൃത്യമായി തിരിച്ചടച്ച് ബാങ്കിന്റെ വിശ്വസ്തരായി തീർന്നു. പിന്നീട് വലിയ തുകയുടെ സ്വർണം പണയം വെക്കുകയായിരുന്നു. ചില പണയങ്ങൾ പലിശ അടച്ച് പുതുക്കി കൂടുതൽ തുക എടുത്തിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് ബാങ്കിൽ നടത്തിയ ഓഡിറ്റിലാണ് വ്യാജ സ്വർണമാണ് നൽകിയത് എന്ന് കണ്ടെത്തിയത്. പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ കുണ്ടയം, പത്തനാപുരം എന്നീ സ്ഥലങ്ങളിലുള്ള വിജയകൃഷ്ണ ബാങ്കിൻ്റെ ശാഖകളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തുടർച്ചയായിട്ട് പണയം വയ്ക്കുന്നുണ്ട്. ഏകദേശം കുണ്ടയം ബ്രാഞ്ചിൽ 721 ഗ്രാം ഏതാണ്ട് 36 ലക്ഷം രൂപയും, പത്തനാപുരം ശാഖയിൽ ഏതാണ്ട് 6 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് പണയം വെച്ചിരിക്കുന്നത്. ബാക്കി ഒരു കേസും കൊടുത്തിട്ടുണ്ട്. 0 FIR ആണ്. അത് പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് 58 ലക്ഷം രൂപ അടുത്ത് സ്വർണ്ണോരുപ്പടികളാണ് പണയം വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വർണം നല്ല ഒറ്റ നോട്ടത്തിൽ അത് തിരിച്ചറിയാൻ ഫിനാൻസുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അത് ഇദ്ദേഹം ഒരു ജ്വല്ലറി ഉടമയായിട്ട് കൂടിയിട്ടും അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഓഡിറ്റ് നടത്തുന്ന സമയത്താണ് ഇത് പരിസരം വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത് അറിഞ്ഞത്. ഇതിൻ്റെ സ്വഭാവം കാണുമ്പോൾ കേരളത്തിലുടനീളം ഇത് ഇത്തരത്തിൽ പണയം വെച്ച് പൈസ തട്ടാനുള്ള നടപടികൾ ഉണ്ടായി കാണാം. പക്ഷേ അത് കൂടുതൽ അന്വേഷിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി അറസ്റ്റിലുണ്ട്. ഷബീർ എന്ന് പറയുന്ന പ്രതിയുണ്ട്. അതൊരു വ്യാപകമായ സംഘമാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യത, ഒരു ആസൂത്രിത കുറ്റകൃത്യം എന്നുള്ള രീതിയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു വർഷത്തിനിടയ്ക്കാണ് ഇത് ആരംഭിച്ചിരിക്കുന്നതും ഈ അടുത്ത കാലം വരെ പണയം വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ അവസ്ഥ. ഇദ്ദേഹം വന്ന് ചെറിയ പണയങ്ങൾ വെച്ച് വിശ്വാസം ആർജിച്ചതിന് ശേഷമാണ് വലിയ വലിയ പണയങ്ങളിലേക്ക് ഇത് വയ്ക്കാൻ ആരംഭിക്കുന്നത്. എല്ലാത്തിലും ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്. ഒന്നിൽ ഇദ്ദേഹം അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പം നേരത്തെ ഒരു പ്രാവശ്യം കുണ്ടയം ബ്രാഞ്ചിൽ നിന്ന് എടുത്ത് പത്തനാപുരം ബ്രാഞ്ചിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ കുണ്ടയം ബ്രാഞ്ചിൽ നിന്ന് എടുത്ത് കലഞ്ഞൂർ ബ്രാഞ്ചിൽ കൊണ്ടുവച്ച സംഭവമുണ്ട്. അപ്പം അവിടെ പലിശ കൂടുതലാകുമ്പം കൂടുതൽ തുകയ്ക്ക് ഇത് മറിച്ച് വെച്ചിട്ട് അത് മറ്റ് ശാഖകൾ കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിൽ പറയും. ബാങ്ക് ഉടമ പോലീസ് നൽകിയ പരാതിയിലാണ് കൂടുതൽ സ്വർണ്ണപ്പണയം വെച്ചയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇയാളിൽ നിന്നാണ് സൂത്രധാരനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഇയാൾ ഒറ്റയ്ക്കായിരുന്നില്ല തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്ന് പോലീസിന്റെ നിഗമനം. ഓരോ പ്രദേശത്തും സമാന രീതിയിൽ പണയം വെച്ച് പണം കണ്ടെത്താൻ ആളുകൾ ഉണ്ടാകാനാണ് സാധ്യതയെന്നും പോലീസ് പറയുന്നു. സംസ്ഥാനത്തുടനീളം സംഘത്തിന് ശൃംഖലകളുണ്ടെന്നും പോലീസിന്റെ പ്രാഥമിക വിവരം ലഭിച്ചിട്ടുണ്ട്. റൂറൽ SP-യുടെ നേതൃത്വത്തിൽ പത്തനാപുരം SHO ബൈജു, SI ശരലാൽ എന്നിവരാണ് കേസ് അന്വേഷണം നടത്തുന്നത്. പത്തനാപുരം കുണ്ടയത്തും കലഞ്ഞൂരിലെ സ്വകാര്യ ബാങ്കിലും വ്യാജസ്വർണം പണയം വെച്ചതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്ക് പലിശയും തിരിച്ചടവും വൈകിയതോടെ ബാങ്ക് ജീവനക്കാർക്കുണ്ടായ സംശയം കാരണം സ്വർണം ഇവിടെ നിന്ന് തിരിച്ചെടുത്താൽ പത്തനാപുരത്ത് മറ്റു 3 സ്ഥലങ്ങളുമായി പ്രവർത്തിക്കുന്ന ബാങ്കിലേക്ക് പണയം വെച്ചത്. സ്വർണ്ണക്കടകളിൽ ഉപയോഗിക്കുന്ന മെഷീനിലും വ്യാജസ്വർണം പിടിക്കപ്പെട്ടില്ല. പണയ വസ്തുവായി എത്തിച്ച വ്യാജസ്വർണം ആദ്യം ഉരച്ചു നോക്കും, ശേഷം മെഷീനിൽ പരിശോധിക്കും. ഈ 2 പരിശോധനയ്ക്കും ശേഷമാണ് പണയമായി സ്വർണം സ്വീകരിക്കുക. ബാങ്കുകളിൽ എത്തിച്ച വ്യാജ സ്വർണത്തിൽ ഒരിക്കൽ പോലും സംശയം തോന്നിയില്ല എന്നത് ബാങ്ക് ജീവനക്കാർ പോലീസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.